ലാസ്റ്റ് ഒറ്റ കാര്യം കൂടി പറയട്ടെ, അമ്മൽ ഫർജു, ഗുഹ്യസ്ഥാനവും നന്നായി ശ്രദ്ധിക്കണം, സൂക്ഷിക്കണം. ഖൽബ് നന്നാകാൻ പ്രധാനപ്പെട്ട ഒരു അവയവം കൂടിയാണത്. സ്വകാര്യതയ്ക്ക് നല്ല പരിശുദ്ധി ഉണ്ടായാൽ ഖൽബിന് നല്ല സന്തോഷമാണ്. സ്വകാര്യ അവയവം കേടുവരാത്ത രൂപത്തിൽ നല്ല രൂപത്തിലേക്ക്, അള്ളാഹു ഹലാലായതിലേക്ക് അതിനെ ചെലവഴിക്കാനും ശ്രദ്ധിക്കാനും സൂക്ഷിക്കാനും ഉപയോഗിച്ച് അല്ലാഹ് ഹറാമായതിൽ നിന്ന് മുഴുവനും തടഞ്ഞു നിർത്തണം. രണ്ട് കൈകളെയും രണ്ട് കാലുകളെയും അതേ രൂപത്തിൽ തന്നെ സൂക്ഷിക്കണം. അങ്ങനെ മൊത്തം അവയവങ്ങളെ അതേ എല്ലാ ഹറാമുകളിൽ നിന്നും പരിരക്ഷിച്ച് അല്ലാഹ് ഹലാലാക്കി പഠിപ്പിച്ച മാർഗത്തിലേക്ക് മാത്രം ഉപയോഗിക്കണം. എന്നിട്ട് സഹോദരങ്ങളെ, ഖൽബിനെ നന്നാക്കി എടുക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പൊരുത്തപ്പെടുന്ന തരത്തിൽ നല്ല ഖൽബ് നൽകി അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നല്ല ഖൽബിന് നല്ല സ്ഥാനമുണ്ട്, യഥാർത്ഥ ഖൽബിന് നല്ല ബഹുമാനമുണ്ട്. കേടുവരാത്ത ഖൽബാണോ ഒരാൾക്കുള്ളത്, അതുകൊണ്ട് ചെയ്യുന്ന അമല് കുറച്ചാണെങ്കിലും അല്ലാഹുവിന്റെ അടുക്കൽ വലിയ സ്വീകാര്യതയാണ്.